കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വിചാരിച്ച് അവിടെ മണ്ണ് വീഴൂലായിരിക്കും, ചെറുതായിട്ട് കല്ലൊക്കെ ആയിട്ടാണ് വീഴുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ മണ്ണ് ഇടിഞ്ഞ് വീട്ടിരുന്നു. അത് അറിയും. പിന്നെ ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, അവളുടെ വീട് ഫുള്ളും ഇടിഞ്ഞ് വീണേക്കും. എല്ലാം പറ്റിയെന്ന് പറയാൻ പാടില്ല. ഞാൻ രാത്രി യൂട്യൂബിൽ വാർത്തയൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിച്ചു പോയി. ഞങ്ങളുടെ വീട് ഇടിഞ്ഞ് വീടില്ലല്ലോ എന്നല്ല എനിക്ക് ഇവിടുന്നൊക്കെ വീണപ്പോൾ എന്തോ പോലെ എനിക്ക് വിഷമമാവും പോലെ. നമ്മുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോലല്ലോ, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. അവരോട് പണി നിർത്താൻ പറയാൻ പറ്റൂലല്ലോ. ഇങ്ങനെ പണി നിർത്തൂല. പണി നിർത്തിയാൽ ഇങ്ങോട്ട് കുറേ മണ്ണും പോരൂലേ. അതേപോലെയല്ല അവസ്ഥ. എവിടെ പോയി കിടക്കും ഞങ്ങളിനി? സ്കൂളിൽ പോയി കിടക്കാം, പക്ഷെ അവിടെ പോയി കിടക്കണമെന്നൊക്കെ ഉണ്ട്. ഭയങ്കര കാറ്റും ജനലിൻ്റെ ചില്ലൊക്കെ പൊട്ടിയേക്കുകയും എല്ലാം ചെയ്യേണ്ടതെന്ന് അവസ്ഥ ഒന്നും അറിയില്ല. ഞങ്ങളുടെ പൈസയില്ല, ഇനി പൈസ കൊടുത്തോണ്ട് മാറണം എന്തൊക്കെയാണ്. കഴിഞ്ഞ സമരത്തിൽ അവർ പറഞ്ഞതാണ് ഞങ്ങളോട്, എന്താ വീടൊക്കെ തരാം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു മാറി, സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നെ ഞങ്ങളെ കുറേ പ്രാവശ്യം പറ്റിച്ചുകൊണ്ടിരിക്കും. ഓരോ മാസങ്ങൾ വെച്ച് ഞങ്ങൾ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഞങ്ങൾ വന്നേക്കുന്നത്. ഈ രണ്ടാമത്തെ സമരത്തിന് ഞങ്ങൾ എന്തായാലും ഒഴിഞ്ഞു മാറത്തില്ല. ഞങ്ങൾ കട്ടയ്ക്ക് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ സമരം ചെയ്ത് പൈസ വാങ്ങിച്ചിരിക്കും. ഇവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നൊരു വാക്കത്. ഈ വാക്ക് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വീട് തരാം, പൈസ തരാമെന്ന് പറഞ്ഞൊരു വാക്കാണ്. ഈ വാക്കിൽ ഇവർ ഒഴിഞ്ഞു മാറി. ഞങ്ങൾക്ക് വീടില്ലാത്തവർക്കറിയാലോ, പിന്നെ എന്തിനാ ഇവർ ഞങ്ങളെ ഇത്രയ്ക്കും? ഞങ്ങൾ വെറും പാവങ്ങളല്ലേ, അവർക്കറിയാം. എന്നിട്ട് ഇവർ ഞങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത്.